എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ. ഈ ഒരു ടിപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് നല്ലൊരു കളർ കൊടുക്കാനായിട്ടും അതേപോലെ തന്നെ ലിപ്സിൻ്റെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഹോം റെമഡിയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ പറ്റുന്ന അടിപൊളി ഒരു ഹോം റെമഡിയാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. എൻ്റെ ലിപ്സിനും അത്യാവശ്യം നന്നായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം കൂടുതലായിട്ടും ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ലിപ്സൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചിലരുടെ ലിപ്സിൽ നന്നായിട്ട് വരകളുണ്ടാവും, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് ലിപ്സ് നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ലിപ്സിന് നല്ലൊരു കളർ കൊടുക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഹോം റെമഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പിന്നെ നമ്മളിത് ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് നെയ്യാണ്. അപ്പം നെയ്യ് നമ്മുടെ ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ല എങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം. പക്ഷേ കോക്കനട്ട് ഓയിലിനേക്കാൾ കൂടുതൽ എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ളത് നെയ്യ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ 1/2 സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തായിട്ട് വേണ്ടത് മഞ്ഞളാണ്. പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം മഞ്ഞൾ ഒരു നുള്ള് മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു നുള്ള് മഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. ഞാനൊരു 1/2 സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് എടുത്തിട്ടുണ്ട്, മഞ്ഞളുണ്ട്, അതേപോലെ തന്നെ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിത് ലിപ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ സ്ക്രബ് ചെയ്യുക. നമ്മളിത് ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ലിപ്സിന് നന്നായിട്ട് ഒരു കളർ കൊടുക്കാനായിട്ട്, പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം ലിപ്സിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട, നിങ്ങളൊരു 3 ദിവസം ആഴ്ചയിൽ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളിത് റെഗുലറായിട്ട് ചെയ്യണം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹോം റെമഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 5 മിനിറ്റ് വെക്കുക. അതിന് ശേഷം നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനിതൊന്ന് തുടച്ചെടുക്കട്ടെ. ഇതുപോലത്തെ ഒരു ടിഷ്യൂ എടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. നന്നായിട്ട് ലിപ്സ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ലിപ്സിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്നും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ നെയ്യ് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ളതാണത്. അതുകൊണ്ട് തന്നെ ഞാൻ കിടക്കുന്ന സമയത്ത് ലിപ്സിൽ കുറച്ച് നെയ്യ് എടുത്ത് തേച്ചിട്ടാണ് കിടക്കാറുള്ളത്. അപ്പം ഞാൻ കുറച്ച് നെയ്യ് എടുത്ത് അപ്ലൈ ചെയ്യാണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എന്താണെങ്കിലും അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ എന്താണെങ്കിലും കണ്ടിന്യൂസ് ഇത് ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. പിന്നെ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.